എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രെയിനിങ് ഇമ്പാർട്ടഡ് ഹാസ് ടു ബി ഓഫ് ഹൈ സ്റ്റാൻഡേർഡ്സ്. അതായത് അങ്ങേയറ്റം നിലവാരമുള്ള പരിശീലനം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ. പക്ഷെ അതിൽ ഏകദേശം ഒരു 80-85% ട്രെയിനിങ്ങുകളും വെറുതെ പേരിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ട്രെയിനിങ്ങാണ്. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ മാക്സിമം എഫേർട്ട് ഇടാറുണ്ട്. പക്ഷേ വന്നിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല. എന്തിനാണ് അവർ ആ സ്ഥലത്ത് വന്നിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. ആരൊക്കെയോ അവരോട് വരാൻ പറഞ്ഞിരുന്നു, അവർ വന്നു, ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടു, പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ആദ്യം അവരെ പറഞ്ഞ് ധരിപ്പിക്കണം. ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നല്ല ഒരു പരിശീലകനെ കൊണ്ടുവരണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്ത് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കണം. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 50 ആളുകൾ ഇരിപ്പുണ്ടാവും ചിലപ്പോൾ ഒരു ഹാളിനകത്ത്. പക്ഷേ ആ ഹാളിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ആ പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള സ്ക്രീൻ എന്ന് പറയുന്നത് ഒട്ടും വ്യക്തമായിരിക്കില്ല. പ്രൊജക്ടർ ശരിയായിരിക്കില്ല. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ കൃത്യമായിട്ട് എന്താ പറയുക, കാറ്റ് കിട്ടുന്നുണ്ടാവില്ല, ഫാൻ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഘടകങ്ങളായിരിക്കാം. പക്ഷെ ആ ട്രെയിനിങ് അതിൻ്റെ നടത്തിപ്പുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രെയിനിങ് നടത്താനായിട്ട് ഇത്രയും ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് നടത്തില്ല എന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് അവർക്ക് വെറുതെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ആളുകൾ ഒരു വിനോദയാത്ര എന്നുള്ള രീതിയിൽ എവിടെന്നെങ്കിലൊക്കെ യാത്ര ചെയ്ത് വന്ന് അവിടെ ഇരുന്ന് ഒന്നെങ്കിലും ഉറങ്ങുക, അതല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ആ സമയം ഒന്ന് തള്ളി നീക്കി ഈ ഒരു പരിശീലന പരിപാടി മൊത്തം തീർത്തിട്ട് അങ്ങ് പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൽ ശരിക്കും ഒരു 50 പേരുണ്ടെങ്കിൽ ഒരു 5 പേര് കഷ്ടിച്ചായിരിക്കും അതിനകത്ത് സീരിയസ് ആയിട്ട് ഇരുന്ന് പരിശീലനം നേടിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെയിനിങ് നടത്തിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ജോലി തീർക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും അതിൽ ഓരോ വ്യക്തിക്കും അത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പം അങ്ങേറ്റം സ്റ്റാൻഡേർഡുള്ള നല്ല നിലവാരമുള്ള ഒരു ട്രെയിനറിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അതിൽ എന്താണ് അവർക്ക് ആവശ്യമുള്ള കാര്യം എന്നുള്ളത് മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അത് കൃത്യമായിട്ട് കണ്ടെത്തി അതിനുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളത് ഒരു നേതാവിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുത്ത് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിച്ച് ഒരു പരിശീലനം നടത്തുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ധാരാളമായിട്ട് എടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ നല്ല ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. നമ്മൾ തന്നെ പരിശീലകൻ ആവണം എന്ന് നിർബന്ധമില്ല. പുറത്തുനിന്നൊരാളെ കൊണ്ടുവരുവാണെങ്കിലും അതിന് വേണ്ട ഒരുക്കങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം ആളുകൾക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ പല പല സബ്ജക്റ്റിനെ കുറിച്ചുള്ള പരിശീലനം നമുക്ക് തയ്യാറെടുക്കാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.